ചാർട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ കാണാൻ പറ്റുന്നത്? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു റീടെസ്റ്റ് സെല്ലിംഗ് വരുന്നുണ്ട്. ഓക്കെ, നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കും വരിക. നമുക്ക് റീടെസ്റ്റ് സെല്ലിങ്ങിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു മൂവ് ഓൾറെഡി അപ്സൈഡിലോട്ട് ഓൾറെഡി തന്നു കഴിഞ്ഞു. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഹൈ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഓക്കെ, ഈ ഓരോ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴും മാർക്കറ്റ് പുഷ് ചെയ്യുന്നുണ്ട് താഴത്തോട്ട്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇവിടെ നിന്ന് ഹൈ ബ്രേക്ക് ചെയ്യുന്നു, അവിടെ ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഹൈക്ക് എബോവ് പോകുന്നു. ഈ ഹൈക്ക് എബോവ് പോകുമ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു. എങ്ങനെ താഴത്തോട്ട് വരുന്നു? എന്തിന് താഴത്തോട്ട് വരുന്നു? മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് ഇതാണ്. മുകളിലോട്ട് പോകുമ്പോൾ അവിടെ റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സ് കയറും. അതായത് നമ്മളെപ്പോലെ സാധാരണക്കാർ കയറും. അപ്പോൾ സാധാരണക്കാർ കയറുമ്പോൾ അവരെ താഴത്തോട്ട് കൊണ്ടുവരും. അവരുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് പിന്നെയും മുകളിലോട്ട് പോകും. പിന്നെ ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി. ഓക്കെ, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം ആ ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഈ ഹൈ ബ്രേക്ക് ചെയ്യാണ്. അടുത്ത ഹൈ ബ്രേക്ക് ചെയ്യാൻ കാത്തിരിക്കും റീറ്റെയിലേഴ്സ് ഒരു നല്ലൊരു എൻട്രി കിട്ടാനായിട്ട്. അതായത് ഇവിടെ നിന്ന് ഈ ഒരു ഹൈക്ക് എബോ കയറി മാർക്കറ്റ് എന്ത് ചെയ്ത് അവരെ താഴത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഈ ഒരു മൂവിനകത്ത് ഈ വന്ന ഒരു മൂവിനകത്ത് റീറ്റെയിലേഴ്സ് കയറില്ല, പേടിയായിരിക്കും. മാക്സിമം ആളുകൾക്ക് പേടിയായിരിക്കും ഈ ഒരു ഏരിയ കയറാനായിട്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി അവരുടെ സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ ഹിറ്റ് ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഒരിക്കലും ഈ ഏരിയ കയറില്ല. അവർ വെയിറ്റ് ചെയ്യും. മാർക്കറ്റ് ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തൊരു അടുത്തൊരു ബ്രേക്ക്ഔട്ടിന് വേണ്ടി കാത്തിരിക്കും. അല്ലെങ്കിൽ അടുത്തതായിട്ട് ഇനി എന്താണോ മാർക്കറ്റ് പറയുന്നത് അതിനു വേണ്ടി അവർ കാത്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കുക നിങ്ങൾ, മാർക്കറ്റ് ഈ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഇവിടെ വരുന്നു. ഇവിടെ ഈ ഒരു ബ്രേക്ക്ഔട്ട് തരും. ഈ ഒരു ബ്രേക്ക്ഔട്ടിലും ഈ ഒരു ഏരിയയിൽ റീറ്റെയിലേഴ്സ് ചാടി കയറും. മാർക്കറ്റ് പറക്കുമെന്ന് വെച്ച്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ പറക്കുമെന്ന് വെച്ച് ചാടി കയറും. ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ നോക്കുക. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അവരുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ലോസ് ഏരിയ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? ഈ ഒരു ഏരിയ കയറി അവരുടെ സ്റ്റോപ്പ് ലോസ്, ഈ ഒരു ഏരിയ കയറി അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെ ആയിരിക്കും? മാക്സിമം നിങ്ങളൊന്ന് ചിന്തിക്കുക. ഈ ഒരു ഏരിയയിൽ ഇവിടെ വരെ മാക്സിമം ഇത്രയൊക്കെ തന്നെയായിരിക്കും സ്റ്റോപ്പ് ലോസ്. ഇവിടെ എന്താ സംഭവിച്ചത്? മാക്സിമം ആളുകളെ ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് അവരുടെ മുഴുവനും ഹണ്ട് ചെയ്തു. അതായത് ഇത് റീറ്റെയിലേഴ്സിന്റെ ബയേഴ്സിന്റെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തതിനു ശേഷം ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ നോക്കുക. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ചാർട്ട് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ എന്തെങ്കിലും ചാർട്ട് പാറ്റേൺ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് ഇതേപോലെ മുകളിലോട്ട് പോകുന്നു, റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, നോക്കുക. ഓക്കെ, ഇതൊരു ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, ട്രയാങ്കിൾ പാറ്റേണിന്റെ ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെന്നന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പോൾ ആൻഡ് ഫ്ലാഗ് എന്ന് വിളിക്കാം, ബേറിഷ് പാറ്റേൺ, പല തരത്തിലുള്ള ചാർട്ട് പാറ്റേണായിട്ട് നമുക്കിത് കാണാം. ഇത് നമ്മളെല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് പഠിച്ചു വെച്ച കാര്യമാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ റീറ്റെയിലേഴ്സ് ബയേഴ്സ് കയറി, ഇവിടെ റീറ്റെയിലേഴ്സ് ബയേഴ്സ് കയറി, ഇവിടെ ഔട്ട്, ഇവിടുന്ന് ഔട്ട് ചെയ്തു. ഈ ഏരിയയിൽ കയറിയവരെ ഇവിടെ മാർക്കറ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഓക്കെ, ഈ ഒരു ഏരിയയിൽ ആര് വരാൻ? ക്ലിയർ മാർക്കറ്റിന്റെ ട്രാപ്പാണ്, ലിക്വിഡിറ്റി ട്രാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയില്ലേ? ഈ ഒരു ട്രെൻഡ് ലൈനിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് എന്ത് ചെയ്യും? മാർക്കറ്റ് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുത്തു, ഈ ഏരിയയിൽ വരുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു. ഈ ഏരിയയിൽ കയറിയിട്ടുള്ള ബയേഴ്സിനെ മൊത്തം ഇവിടെ നിന്ന് ഔട്ട് ചെയ്യുന്നു. ഔട്ട് ചെയ്തതിനു ശേഷം മുകളിലോട്ട് പോകുന്നു, പിന്നെയും റീടെസ്റ്റ് വരുന്നു. അപ്പോൾ ഈ ഒരു ഫുൾ 100% കോൺഫിഡൻ്റ് ആണ് മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നത് വെച്ച്. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കും? അങ്ങനെ ഒരു മൂവ് താഴത്തോട്ട് വരില്ല. വരികയാണെങ്കിൽ തന്നെ മാക്സിമം ഈ ഒരു ഏരിയയിൽ വരെയൊക്കെ മാക്സിമം വരാം. ഓക്കെ, പക്ഷെ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലത്തെ ഒരു ചാർട്ട് പാറ്റേണിന്റെ താഴത്ത് ഇവിടെ ഈ ഒരു ഏരിയയിൽ റീടെസ്റ്റ് വരിക. നോക്കുക, ഈ ഒരു ഏരിയയിലാണ് ഫുൾ ഗെയിം നടക്കുന്നത്. നമ്മൾ ഈ ഏരിയയിലായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഇതേപോലെ ഒരു റീടെസ്റ്റ് കണ്ടോട്ടനെ ചാടിക്കരുത്, താഴത്തോട്ട് സെല് ചെയ്യാൻ നിൽക്കരുത്. ബിക്കോസ് ഓൾറെഡി ഇവിടെ ബയേഴ്സ് ഔട്ട് ആയതാണ്. ഇവിടെ ഔട്ടായി, ഈ ഒരു ഏരിയയിൽ ഔട്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ കണ്ടിട്ട് താഴത്തോട്ട് ഈ ഏരിയയിൽ എത്തിയപ്പോൾ റീറ്റെയിലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ്, അത് ബൈ സൈഡിലോട്ട് കയറിയവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ ഹണ്ടായതിനു ശേഷം മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നു. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട്. അപ്പോൾ ഈ ഏരിയയിൽ റീടെസ്റ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ ഈ ഒരു പാറ്റേൺ കാണുമ്പോൾ റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് 100%, ഓക്കെ, 100% ഈ ഒരു ഏരിയയിൽ റീറ്റെയിലേഴ്സ്
സെല്ല് ചെയ്യാൻ തീരുമാനിക്കും. ഈ ഏരിയയിൽ സെല്ല് ചെയ്യാൻ തീരുമാനിക്കും. അപ്പൊ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ആക്റ്റീവ് ആകേണ്ടത്. ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മളുടെ ഒരു നല്ലൊരു ട്രേഡർ ലിക്വിഡിറ്റിനെ ഐഡന്റിഫൈ ചെയ്യേണ്ട ഏരിയയാണ്. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ടാകും. 100% ഈ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയി പോകും. മാർക്കറ്റ് ഇവിടെ നിന്നും റിവേഴ്സ് ഇത് എത്ര വരും നമുക്കറിയില്ല. നമുക്ക് ചില ക്രൈറ്റീരിയകളുണ്ട്. നമുക്ക് നല്ലൊരു എൻഗൾഫിന് കിട്ടുകയാണെങ്കിൽ ആ എൻഗൾഫിന്റെ ഹൈ ബ്രേക്ക് ചെയ്ത് ഹൈ എൻഗൾഫ് ചെയ്യുന്ന സമയം നോക്കി നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കാം. മാർക്കറ്റ് താഴത്തോട്ട് പുഷ് ചെയ്യുന്നു. ഇത്രയും വലിയൊരു ക്യാൻഡിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഏരിയയിൽ നിന്ന് നല്ലൊരു എൻഗൾഫ് 3 മിനിറ്റോ 50 മിനിറ്റോ നല്ലൊരു എൻഗൾഫ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഒരു എൻട്രി എടുക്കും. ഇപ്പം മാക്സിമം ഇവിടെ ബയേഴ്സ് ഔട്ടായി. ഇവിടെ ഇനി റീറ്റെയിലായിട്ടുള്ള സെല്ലേഴ്സ് ആണ് വരിക. റീറ്റെയിലായിട്ടുള്ള സെല്ലേഴ്സ് വരുമ്പോൾ മാർക്കറ്റ് അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. നമുക്ക് ഇവിടെ പേഷ്യൻസോടുകൂടി ഇത് എത്ര താഴത്തോട്ട് വരും. നമ്മൾ ചാടിക്കേറി ഇവിടെ സപ്പോസ് ഈ ഒരു ഏരിയയിലൊക്കെ ചാടിക്കേറി ഇവിടെ നേരത്തെ ഒരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു. ആ ഗ്രീൻ ക്യാൻഡിൽ കണ്ടില്ലേ, ചാടിക്കേറി എടുത്താൽ നമ്മുടെ മാർക്കറ്റ് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിന് ഹിറ്റ് ആവും. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നോക്കുക. ഈ ഒരു ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ് സംഭവിച്ചത്? ലോങ് വിക്കാണ്. ഓക്കെ, ഈ നന്നായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നന്നായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മുകളിൽ ഈ ക്യാൻഡിലിന്റെ ഹൈക്ക് എബോ, ഓക്കെ, അല്ലെങ്കിൽ നമുക്കൊരു ഫിബൊനാച്ചി ഇടാം. ബെസ്റ്റ് അതായിരിക്കും. ഫിബൊനാച്ചി യൂസ് ചെയ്യുക. ഈ ഏരിയയിൽ ഫിബൊനാച്ചി യൂസ് ചെയ്യുക എന്നുള്ള ഗുണം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് നല്ല റീടെസ്റ്റ് വന്നത്. ഈ വന്നതിന്റെ 50% എബോ. ഓക്കെ, ഈ എബോ. ഓക്കെ, ഇതാണ് 50% ഏരിയ. അതായത് ഇതിന് മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു ഏരിയയിൽ ഈ റിജക്ഷന് മുകളിൽ നമുക്കൊരു 3 മിനിറ്റ് ക്യാൻഡിലോ 5 മിനിറ്റ് ക്യാൻഡിലോ ക്ലോസ് കിട്ടിയാൽ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുക്കും. അതായിരിക്കണം ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. അതായിരിക്കും നല്ലത്. ബിക്കോസ് ഈ വന്ന പുൾ ബാക്കിനകത്തുള്ള സ്ട്രെങ്ത് അത് വീക്ക് ആവും. 50% എബോവ് പോവുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വിച്ചിന്റെ എല്ലാം തെറ്റിപ്പോകത്തില്ലേ. നോക്കാം ഞാൻ എന്തുകൊണ്ടാണ് ഫിബൊനാച്ചി ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞതിന്റെ പിന്നിലെ റീസൺ. ഇത് നോക്കുക. ഒരു ഫിബൊനാച്ചി ബേസിക് ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യണം. ആ 100 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ ഞാൻ ഇടയ്ക്ക് റെസ്റ്റ് ചെയ്തിട്ടാണ് മൂവ് ആവുക. അതിരാവിലെ തന്നെ ഞാൻ ഇറങ്ങും. ആദ്യത്തെ ഒരു 20 കിലോമീറ്റർ പോവുക. ഓക്കെ, 20 കിലോമീറ്റർ പോയതിനു ശേഷം മേ ബി ഓക്കെ, അത് അവിടെ നിന്ന് ഞാൻ റെസ്റ്റ് എടുത്തതിന് ശേഷം ഒരു കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞാൻ മുന്നോട്ട് പോകും. അതല്ലാതെ ഞാൻ റെസ്റ്റ് എടുത്തു. ആദ്യത്തെ ഒരു 20 കിലോമീറ്റർ പോയതിന് ശേഷം റെസ്റ്റ് എടുത്തു. തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു. ഓക്കെ, തിരിച്ചെൻ്റെ വീട്ടിൽ വന്നു. ഓക്കെ, ഇനി അവിടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇനി തിരിച്ച് അടുത്ത 20 കിലോമീറ്ററും പിന്നെ 50 കിലോമീറ്റർ അങ്ങനെ പോകാൻ ആരെങ്കിലും ചിന്തിക്കുമോ? ആരും ചിന്തിക്കത്തില്ല. സെയിം മാർക്കറ്റിന്റെ കൺസെപ്റ്റ് ഇത്രയും തന്നെയാണ്. മാർക്കറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലോട്ട് പോയാൽ അവിടെ കുറച്ച് നേരം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യും. ചിലപ്പോൾ ഒന്ന് പുൾ ബാക്ക് ചെയ്യും ഒരല്പം. ഓക്കെ, അല്ലാതെ എത്ര തവണ വന്നത് ഏറ്റവും ടോപ്പിൽ നിന്നും അവിടെ നിന്നാണ് പോളാൻ തുടങ്ങിയത്, അത്രയും തന്നെ തിരിച്ചു പോയി പിന്നെയും അത് വല്ലപ്പോഴും നടക്കുന്ന കാര്യമാണ്. വല്ലപ്പോഴും നടക്കുന്ന 1000-ലോ 10,000-ലോ ഒന്നൊക്കെ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഇവിടെ എന്താ കൺസെപ്റ്റ്? ഇവിടുന്ന് ഇത്രയും തന്നെ വന്നു. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും വന്നു. ഓക്കെ, ഇത്രയും വന്നു. ഇനി ഇത് തിരിച്ച് ഇവിടം വരെ വന്ന് പിന്നെ ഇത്രയും വരുന്നത് ഒരു ലോജിക്കല്ല. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഫിബൊനാച്ചി യൂസ് ചെയ്തത്. ഈ ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, അപ്പൊ ഈ ഫിബൊനാച്ചിയുടെ 2 റൂൾ മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 2 റൂൾ മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. വേറെ റൂൾസ് ഒന്നും വേണ്ട. ഒന്ന് 38% റൂൾ എന്നുവെച്ചാൽ ട്രെൻഡ്. അതായത് ആ വന്ന ട്രെൻഡിനനുസരിച്ച് മാർക്കറ്റ് മൂവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ 38%ൽ നിന്ന് മാക്സിമം ടൈംസ് റിവേഴ്സ് ആയി പോയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ 50% റൂൾ. അതായത് 50% റൂൾ. ഇത് 38%, ഇത് 50%. ഈ 50% റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് റിവേഴ്സ് ആകണം, അല്ലെങ്കിൽ റിവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫൈനൽ സ്റ്റേജ് ഉണ്ട്. അത് 50% ആണ്. 61% ഉണ്ട്, 72% ഉണ്ട്, പലതും ഉണ്ട്. പക്ഷേ മാർക്കറ്റിൽ കൂടുതലും വർക്ക് ആവുന്നത് 38%, 50% ആണ്. ഈ വന്നൊരു മൂവിന്റെ 50% മുകളിൽ പോയൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ഓക്കെ, ഈ വന്നൊരു മൂവ് വീക്കാണ്. നമുക്ക് മാക്സിമം ഒരു 70% നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഈ വന്നൊരു മൂവ് വീക്കാണ്, അല്ലെങ്കിൽ വീക്കായി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ നിന്ന് ഈ ഒരു മൂവിന്റെ 50% മുകളിൽ ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നല്ലൊരു എൻട്രി എടുക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക. നിങ്ങൾ എക്സാക്റ്റ് വന്ന മൂവിന് നമ്മൾ ഫിബൊനാച്ചി ഇട്ട് എക്സാക്റ്റ് 38% തന്നെ പുതിയ സെൽ സൈഡിലോട്ടൊന്ന് മാർക്കറ്റിനെ നിന്ന് താഴത്തോട്ടൊന്ന് പുഷ് ചെയ്ത്. പക്ഷേ മാർക്കറ്റാണ്, നമ്മൾ ഈ ഏരിയയിൽ ഒന്നും പാനിക്കായിട്ട് എൻട്രി എടുക്കാൻ പാടില്ല. അടുത്ത മിനിറ്റിൽ എന്താണ് നടക്കുന്നത് നമുക്ക് അറിയില്ല.
ഒരിക്കലും അറിയാൻ പറ്റില്ല അടുത്ത മിനിറ്റിൽ അല്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പോകരുത്. മാർക്കറ്റിനെ ഒരിക്കലും ചേസ് ചെയ്യാൻ പോകരുത്. മാർക്കറ്റ് കുറച്ച് സിംറ്റംസ് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കി മാർക്കറ്റിനെ മനസ്സിലാക്കി നമ്മൾ എൻട്രി എടുക്കണം. നമ്മളിവിടെ യൂസ് ചെയ്ത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്ത് എന്താണ് മാർക്കറ്റിന്റെ ട്രെൻഡിനെ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മൾ ആരൊക്കെ ഇവിടെ ട്രാപ്പായെന്ന് മനസ്സിലാക്കി. ഓൾറെഡി ഈ ഏരിയയിൽ ഇവിടെ ഈ ഒരു ഹൈയിൽ ബയേഴ്സ് ട്രാപ്പായി. ഓക്കെ, ഈ ഒരു ഹൈയിൽ ബയേഴ്സ് ട്രാപ്പായി. അതായത് അവരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഒരു വട്ടം സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത് ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ്. ഇനി ആരാണ് ഉള്ളത്? ഇനി ട്രാപ്പ് ചെയ്യാനുള്ള ആളുകൾ റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് ആണ്. ഈ ഒരു ഏരിയ നോക്കുക, ഈ ഒരു ഏരിയ റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. ആ സെല്ലേഴ്സിന്റെ സ്റ്റോപ്പ് ലോസ് ഹണ്ടാകും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ടാകണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇത് ക്വിക്കായിട്ട് മുകളിലോട്ട് പോകും. അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ടാവും ഇത്രയും 50% ഏരിയയിൽ ഓൾറെഡി നല്ല സ്പൈക്ക് വന്നു കഴിഞ്ഞു. ഈ ഒരു ഏരിയയിൽ നല്ല സ്പൈക്ക് വന്നു കഴിഞ്ഞു. ഇത് ഇനിയാണ് നമ്മുടെ എൻട്രി വരിക. ഈ ഒരു ക്യാൻഡിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ക്യാൻഡിലാണ്. ബിക്കോസ് ഈ ഏരിയയിൽ നിന്ന് റിജക്ഷൻ ഉണ്ട്. ഈ ഒരു ക്യാൻഡിൽ കണ്ടോ? ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു ഏരിയ നമുക്ക് അതിനൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇത് ഇരിക്കട്ടെ. ഇതൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. അപ്പം മാർക്കറ്റ് കുറേ നേരം കുറേ നേരം അത് ഇന്ത്യൻ മാർക്കറ്റ് അല്ല. ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ ചില സമയത്ത് കുറച്ച് നേരം നിന്നിട്ട് മൂവ് ആകും. ഇത് ഗോൾഡിന്റെ മാർക്കറ്റാണ്. ഈ ലോകത്തുള്ള എല്ലാവരും ട്രേഡ് ചെയ്യുന്നതാണ്. ട്രില്യൺസ് ഓഫ് മണി ഇതിനകത്ത് ഇപ്പോൾ ഇൻവെസ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിനകത്ത് ട്രേഡ് ചെയ്യുന്നുണ്ടാവും ട്രില്യൺസ്. അതായത് നമ്മുടെ എക്കോണമിയുടെയൊക്കെ എത്ര ഇരട്ടി ഇതിനകത്ത് ഇപ്പോൾ ട്രേഡ് ആകുമെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. അപ്പോൾ ഈ ഏരിയയിൽ കുറച്ച് ഇതൊരു റെസിസ്റ്റൻസിനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒന്ന് പോയതിന് ശേഷം ഇങ്ങനെയൊന്നും വരാം. ഈ ഒരു കൺസെപ്റ്റും ഉണ്ട്. പക്ഷെ ഇത് മാർക്കറ്റ് ഈസ് എ 50-50 ഗെയിം. ഓക്കെ, 50-50 ആണ്. 50-50. നമ്മളൊരു കോയിൻ എടുത്ത് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ജയിക്കാൻ, അത് ഹെഡ് വീഴാനുള്ള ടെയിൽ വീഴാനുള്ള ചാൻസ് 50%. ഞാൻ ടെയിൽ വിളിച്ചു, അത് വീഴാനുള്ള ചാൻസ് 50%. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ മാർക്കറ്റിൽ. അല്ലാതെ ഈ ഏരിയയിൽ കയറിയിട്ട് 50-50 ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോകും 100%. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് 50% വരിക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്ന ടൂൾസ്, ഫിബൊനാച്ചി, ട്രെൻഡ്, ചാർട്ട് പാറ്റേൺസ്, ഇതെല്ലാം ഇവിടെയാണ് നോക്കേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഹണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണോ നമ്മൾ പഠിച്ചിരിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് എടുത്ത് അങ്ങ് ഇട്ടാൽ മതി. ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ അതിന് നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് ഉപയോഗിക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ പഠിച്ചതാണ് ഈ ചാർട്ട് പാറ്റേണിന്റെ താഴ്ത്ത് വരുമ്പോൾ റീടെസ്റ്റിൽ സെല്ലിംഗ് ഉണ്ടാകും. ഓക്കെ, അപ്പം ഫിബൊനാച്ചിയുടെ ആക്ച്വൽ റൂൾ ഇവിടെയാണ് നടക്കുക. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിനെ ഒന്ന് റെസിസ്റ്റൻസിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരു നല്ലൊരു 3 മിനിറ്റിൽ നമുക്കൊരു സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. എൻട്രി എടുത്ത് നിങ്ങൾ പഠിച്ചു നോക്കുക. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ഓക്കെ ഒരു മാസത്തിൽ ഒരു 10 ട്രേഡെങ്കിലും ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരു മാസത്തിൽ 10 ട്രേഡെങ്കിലും 100% കിട്ടിയിരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ എപ്പോഴും സൂക്ഷിച്ചിരിക്കുക. അപ്പോൾ അത് 10-നകത്തും 10 ലോജിക്കായിരിക്കും ആ സമയത്ത് വരിക. ഇതേപോലെ സെറ്റപ്പ് ഉണ്ടെങ്കിലും 10 ലോജിക്കായിരിക്കും. അതിനെല്ലാം മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ബേസിക് കൺസെപ്റ്റ് എന്താ? ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ്. ബേസിക് കൺസെപ്റ്റ് ലിക്വിഡിറ്റി ഹണ്ടിങ് ആണ്. ഓക്കെ, നമുക്ക് നല്ലൊരു എൻഗൾഫിങ് ഈ റെസിസ്റ്റൻസിന് അല്ലെങ്കിൽ 50%-ന് മുകളിൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ഈ എൻഗൾഫിങ്ങിന്റെ, അപ്പൊ ഞാൻ ഇതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഇതിന് മുകളിൽ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഹൈ എപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു? ഓക്കെ, ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു ഹൈ എപ്പോൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി ആയിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് താഴെ ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമുക്ക് ഇതിന് ഇവിടെ പേഷ്യൻസ് ആണ് വേണ്ടത്. ചാടിക്കറി എൻട്രി എടുക്കാൻ നിൽക്കരുത്. ഇത്രയും വലിയൊരു ക്യാൻഡിൽ കണ്ടതുകൊണ്ട് ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ പേഷ്യൻസ് ആണ് വേണ്ടത്. ഇവിടെ നമുക്കൊരു 50% ചാൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഈ ഒരു ഏരിയയിൽ 50% ചാൻസ്. ഓക്കെ, നമ്മൾ എടുക്കുന്ന എൻട്രിയിൽ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അല്ലാതെ ഒറ്റടി കണ്ണി കണ്ടെടുത്തൊന്നും ചാടി കയറിയത്. ഇവിടെ നോക്കി, ഇതൊരു ഈ വന്ന മൂവിന്റെ 50% ഏരിയയാണ് ഇത്. ഓക്കെ, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടി എന്ന് വെച്ച് ചാടി കയറിയത്. അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് പോകുമ്പോൾ ഇതേപോലെ റിജക്ഷൻ പിന്നെയും വരാം. ബിക്കോസ് പെൻഡിങ് ഓർഡേഴ്സ് ആണ്. പറഞ്ഞ ലോട്ട് ഓഫ് ട്രേഡേഴ്സ് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ട്. അവരുടെ ഓർഡേഴ്സ് ഒക്കെ ഈ ഏരിയയിൽ പെൻഡിങ് ഉണ്ടാവും. ഇതിൽ വേൾഡ് മാർക്കറ്റ്, ഗോൾഡിന്റെ വേൾഡ് മാർക്കറ്റാണ്. സോ ഈ വേൾഡ് മാർക്കറ്റിനകത്ത് നമ്മൾ മാത്രമല്ല എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ പെട്ടെന്നൊരു മൂവ് വരുള്ളൂ. മാർക്കറ്റ് ഇത് ഒന്ന് സൈഡ് വൈസ് പോകാം. കുറേ നേരത്തേക്ക് ഇങ്ങനെ സൈഡ് വൈസ് പോയതിനു ശേഷമായിരിക്കും നമുക്ക് എൻട്രി തരിക. അതും ആകാം. നമുക്കൊരു എൻട്രി പോയിന്റ് കിട്ടി, നമുക്കൊരു എക്സിറ്റ് പോയിന്റും കിട്ടി. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള എൻട്രി പോയിന്റ് കിട്ടി, എക്സിറ്റ് പോയിന്റ്. നമുക്ക് ഈ ഒരു ഏരിയയിലായിരിക്കും, ഇതിന് മുകളിൽ. ഓക്കെ, ഈ ഗ്രീൻ ക്യാൻഡിലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി ആയിരിക്കണം. സ്റ്റോപ്പ് ലോസ് ഈ ഒരു വിക്ക്, ഈ വിക്ക് ഉണ്ടെങ്കിൽ കുറച്ച്
ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തിയിട്ടേക്കണം. തൊട്ട് പറ്റെ തന്നെ വിക്കിൻ്റെ തൊട്ട് പറ്റെ തന്നെ ഇടരുത്. ഒരല്പം ഒന്ന് താത്തിയിട്ടേക്കണം. താത്തിയിട്ടേക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് 50% ചാൻസാണ് നമ്മൾ ജയിക്കാനുള്ള, 50% നമ്മൾ തോക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ 50% തോക്കുമ്പോൾ മേ ബി മാർക്കറ്റ് ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്ത് ഈ ഏരിയയിൽ ഒന്ന് നിന്നതിന് ശേഷം ആകാം ചിലപ്പോൾ മൂവ് ആകുക. നമ്മൾ പറഞ്ഞ ഉടനെ തന്നെ നമുക്ക് എൻട്രി കിട്ടിയ ഉടനെ തന്നെ മാർക്കറ്റ് റോക്കറ്റ് വിട്ട പോലെ മേളിലോട്ട് നമ്മുടെ ഫേവറിൽ വരണമെന്നല്ല, ഒരിക്കലും അങ്ങനെയൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊക്കെ 1000-ലൊന്നോ 100-ലൊന്നോ അതൊക്കെ നടക്കുകയുള്ളൂ. അങ്ങനെയുള്ളത് മാർക്കറ്റ് എപ്പോഴും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് പോവുക. അതിനെ മനസ്സിലാക്കിയെടുക്കുക. സോ നമുക്ക് എൻട്രി പോയിന്റ് കിട്ടിയിട്ടുണ്ട്, എക്സിറ്റ് പോയിന്റും കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കാം നമുക്ക് ഇനി എന്താ സംഭവിക്കുന്നത്. ഓക്കെ, ഇത് ബെസ്റ്റ് എൻട്രി പോയിന്റ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഏരിയ നമ്മൾ ഇതിന് ഹൈക്ക് എബോ എൻട്രി എടുക്കുകയാണ്. വെയിറ്റ് ചെയ്യുക, പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഈ ഏരിയയിൽ ഇട്ടിട്ടുണ്ട്. ടാർഗറ്റ് എത്രയാണ്? ഈ ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഈ ഹൈക്ക് എബോ പോകുമ്പോൾ, ഈ ഒരു ഹൈക്ക് എബോ പോകുമ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കുക. അതായത് ഇതിന്റെ 1:2. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എത്ര മൂവ് ആകുന്നു, ഓക്കെ, അഗ്രസീവ്ലി എത്ര മൂവ് ആകുന്നു അതിനനുസരിച്ച് ട്രെയിൽ ചെയ്ത് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, നമ്മുടെ എൻട്രി ഈ ഏരിയയിലായിരിക്കണം. ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. മാസത്തിലൊരു 10 ട്രേഡെങ്കിലും നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് കിട്ടിയിരിക്കും. 100% പറയുകയാണെങ്കിൽ ഇത്തരം ഈ ഒരു സെയിം സെറ്റപ്പിൽ 10 ട്രേഡെങ്കിലും ഒരു മാസം കിട്ടിയിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ കാണാണ്ട് പഠിക്കുക, നോട്ട് ചെയ്യുക, ഇവിടെ ലോജിക്കുകൾ മനസ്സിലാക്കുക, എന്താണ് നടക്കുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഇവിടെ അച്ചീവ് ചെയ്യാൻ പറ്റി. നോക്കുക, സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ മൂവ് ആയി. ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഈ ഒരു ഏരിയയിലായിരിക്കണം നമ്മൾ വെക്കേണ്ടത്. അതിനുശേഷം നമ്മൾ മാക്സിമം ട്രെയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ട്രെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് അഗ്രസീവ്ലി താഴ്ത്ത് വരികയാണെങ്കിൽ ഇതിനെല്ലാം താഴത്ത് നമ്മൾ എക്സിറ്റ് ആകുക. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മൂവ് ആകുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ നമ്മൾ നമ്മുടെ പൊസിഷനെ ട്രെയിൽ ചെയ്യണം. ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും ഇതിനകത്ത് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇതേപോലുള്ള വീഡിയോസ് ഞാൻ നിരവധി എൻ്റെ യൂട്യൂബ് മെമ്പർഷിപ്പ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലുള്ള സ്ട്രാറ്റജീസ് എല്ലാം അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇതേപോലെ കണ്ട ഉടനെ തന്നെ ചാടി കയറി ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. ഏതൊക്കെ ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യുക. 100% വർക്ക് ആകുമെങ്കിൽ മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഇതൊരു നല്ലൊരു ബെസ്റ്റ് സ്ട്രാറ്റജിയാണ്. ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാസത്തിൽ ഒരു 10 ട്രേഡെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സെറ്റപ്പിനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം ട്രേഡ് ചെയ്യുക. ഏവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.